ഇത്രയും രീതിയിൽ വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചതിന് ശേഷവും അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇനി വിശദമായി വീണ്ടും പരിശോധിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഉണ്ടാകുന്നു എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദ പരിശോധന വേണം. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്, നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സൂപ്രണ്ട് വ്യക്തമാക്കിയത്. ഷഹീദ, തീർച്ചയായും പ്രതീക്ഷിച്ചതിൽ ഏറ്റവും ആശ്വാസകരമായ രോഗികളാരും അവിടെ ഇല്ലാതിരുന്നത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അവിടെ ഈ പുക ഉയരുന്ന സാഹചര്യം ഉണ്ടായത് UPS റൂമിലുണ്ടായ പൊട്ടിത്തെറിയും അതേ തുടർന്നുണ്ടായ പുകച്ചുരുളും ഉയർന്നതുമായിരുന്നു അത്യാഹിതത്തിനിടയാക്കിയത്. 4 പേർ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് ആ സമയത്ത് അവിടെ മരിക്കുന്ന സംഭവം പോലും ഉണ്ടായി. അപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, അവിടുത്തെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ ഇലക്ട്രിഫിക്കേഷനും വയറിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ കാര്യക്ഷമത ഇല്ലേ എന്നുള്ള കാര്യം. അത് കൃത്യമായി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന, റിവ്യൂകൾ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം. അവിടെ വയറിംഗ് വയർമാൻമാരായ ആളുകൾ അവിടെ മെഡിക്കൽ കോളേജിലുണ്ട്. ഒപ്പം തന്നെ PWDയുടെ ഒരു ഇലക്ട്രിക് വിങ്ങും അവിടെയുണ്ട്. അവർക്കാണ് മെഡിക്കൽ കോളേജിലെ ഈ ഇത്തരം ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചുമതലകൾ, അതിന്റെ പരിശോധനയും റിവ്യൂ ഒക്കെ നടത്തേണ്ട ചുമതല അവർക്കാണ്. അവർ അത് നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഒരു സംഭവം അല്ലെങ്കിൽ പോലും 6ാം നിലയിൽ അതിനെ തുടർന്ന് 2ാം ദിവസവും ഈ സംഭവം സമാനമായ രീതിയിലുള്ള ഒരു സ്പാർക്കും പുകയും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ, പ്രത്യേകിച്ചും അവിടുത്തെ പുതിയ ബ്ലോക്കിലെ ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ വയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കാര്യക്ഷമത സംബന്ധിച്ച വലിയ ഗൗരവത്തിലുള്ള ചോദ്യം ഉയർത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കൂടി വാക്കുകൾ കൂടി അക്കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ രോഗികളെ തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കാൻ ഉള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമായുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സമാനമായ രീതിയിൽ വീണ്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോടുകൂടി അത് ഇനി അങ്ങനെ രോഗികളെ ഈ സുരക്ഷിതമല്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ആശങ്ക ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഇക്കാര്യങ്ങൾ മുഴുവനായി പരിശോധിച്ച് പരിഹരിച്ച ശേഷം മാത്രമേ രോഗികളെ എത്തിക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി സമയമെടുക്കും. അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം കൂടി തന്നെയാണ്. രോഗികൾ തിരിച്ചെത്തിച്ച ശേഷമായിരുന്നു ഇതുണ്ടാകുന്നതെങ്കിൽ ഇതിന്റെ സ്വഭാവം മാറുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാഷ്വാലിറ്റി ബ്ലോക്കിൽ അവിടെ വയറിംഗ് സംവിധാനത്തെ സംബന്ധിച്ച് ഇലക്ട്രിഫിക്കേഷൻ സംവിധാനങ്ങൾ വളരെ കൃത്യമായ രീതിയിലുള്ള സൂക്ഷ്മ പരിശോധനയും പരിഹാരവുമാണ് ഇനി വേണ്ടതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ രണ്ടാമതുണ്ടായ സംഭവവും. പ്രതീഷ്, അതായത് ഷഹീദ്, ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുമല്ലോ ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ വലിയ കാര്യക്ഷമത സംബന്ധിച്ചൊക്കെയുള്ള സംശയങ്ങൾ കൂടുകയാണോ? കാരണം ഇത്രയും ഒരു ദുരന്തമുണ്ടായി, അതിനുശേഷം വീണ്ടും അങ്ങനെ മറ്റൊരു ബ്ലോക്ക്, ഈ 6ാം നിലയിൽ അവിടെയാണല്ലോ ഈ തിയേറ്ററൊക്കെ പ്രവർത്തിക്കുന്നത്, അവിടെ തന്നെ വീണ്ടും ഉണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ പരിശോധന കൂടുതലായി കാര്യക്ഷമമായി, ഇതിൻ്റെ ഏറ്റവും പുതിയ ബിൽഡിംഗാണ്, ആ ബിൽഡിങ്ങിലാണ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. പ്രതീക്ഷ, തീർച്ചയായും അത്തരം ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നതാണ്. പുതിയ ബിൽഡിംഗ് ആണ്, വയറിംഗ് സംവിധാനമൊക്കെ പുതിയതാണ്. ആ പുതിയ സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വയറിംഗ് നടത്തുക. അങ്ങനെയെങ്കിൽ അപകടമുണ്ടാകാനുള്ള അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാകേണ്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ തന്നെയാണ് അതിലെ ഒരു കാര്യക്ഷമത സംബന്ധിച്ച ഒരു പരാതിയും വിമർശനവും ഒക്കെ ഉയർന്നത്. ഒപ്പം തന്നെയാണ് ഈ വയറിംഗ് സംവിധാനങ്ങൾ, അവിടെയുള്ള ഇലക്ട്രിഫിക്കേഷൻ, ബാറ്ററി, UPS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അവിടെ നിരവധി ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ UPS-മായി കണക്ട് ചെയ്ത സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യശേഷി അല്ലെങ്കിൽ അതിന്റെ ഒരു ഏതെങ്കിലും തരത്തിൽ ഓവർലോഡ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈനംദിനമായി പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരം പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഈ UPS-ന്റെ ബാറ്ററിയൊക്കെ സ്ഥാപിച്ചത്, സ്കാനിങ് സെന്റർ ഒക്കെ സ്ഥാപിച്ചത് ഒരു സ്വകാര്യ കമ്പനിയാണ്. അവരുടെ ഉദ്യോഗസ്ഥർ അവരെ കൃത്യമായ രീതിയിൽ ഇടവേളകളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചത്. പക്ഷേ അത്തരം പരിശോധനകൾ മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഇലക്ട്രിസിറ്റി വയറിംഗ് ജീവനക്കാർ അവിടെ ഉണ്ട്, മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുണ്ട്. പക്ഷെ അത് വളരെ പരിമിതമാണ്. വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നീട് അത് പരിശോധിക്കേണ്ടത് PWD ഈ ഇലക്ട്രിക്കൽ വിങ്ങിലെ ഉദ്യോഗസ്ഥരാണ്. അവരുടെ ചുമതലയിലാണ് മെഡിക്കൽ കോളേജിലുള്ള ഈ സംവിധാനങ്ങൾ ഉള്ളത്. അത്തരം പരിശോധനയും വളരെ കൃത്യമായി നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു അഴിച്ചുപണി അവിടെ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സംഭവം ഇപ്പോൾ തെളിയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വയറിംഗ് സംവിധാനത്തിൽ കാര്യമായ എന്തോ ഒരു തകരാറ് അവിടെ ഉണ്ട് എന്നുള്ളതിന് വ്യക്തമാക്കുന്നതാണ് തുടർച്ചയായി ഇപ്പോൾ രണ്ടാം തവണയും ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു പരിശോധന നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സൂപ്രണ്ടിന്റെ വാക്കുകളിൽ നമുക്ക് അങ്ങനെ കൃത്യമായ രീതിയിലുള്ള വയറിംഗ് സംവിധാനത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിച്ച ശേഷം മാത്രമേ